ഇപ്പൊ സിനിമയിൽ നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ ഈ എല്ലാ ഡയറക്ടർമാരും പക്ക ആകണമെന്നില്ല. പലരും അമേച്ചർ ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. അതുപോലെ ഈ പരസ്യം ഡബ് ചെയ്യാൻ വരുന്ന ഡയറക്ടേഴ്സ്മാരുണ്ടാവില്ലേ? അങ്ങനെ ആരെങ്കിലും മണ്ടത്തരങ്ങൾ പറഞ്ഞൊക്കെ തരുന്നത്? ഞാൻ ഇത് പറയാൻ കാര്യം വേറൊന്നുമില്ല. ഞാനൊരു കാർട്ടൂൺ ഡബ് ചെയ്യാൻ പോയി, 20 ക്യാരക്ടർ ഞാനത് ചെയ്തു. നിനക്ക് ഞാൻ പറഞ്ഞില്ലേ മരപ്പലകെ ഇങ്ങനെയൊക്കെ ഡബ് ചെയ്തു. അപ്പൊ ഈ ഡയറക്ടർ പ്രത്യേകത എന്ന് വെച്ചാൽ അമേച്ചർ നാടകത്തിന്റെ ആളായിരുന്നു. അപ്പൊ മരപ്പലകെ നീ എവിടെ പോകുന്നു എല്ലാത്തിനും ഇങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും ഡയറക്ടേഴ്സിനെ എനിക്ക് അങ്ങനെ തോന്നിയത് ഒരു പുള്ളി ആദ്യമായിട്ട് ഈ പുള്ളിയുടെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ഷോർട്ട് ഫിലിം പിടിക്കും. ഇത് വിഷുവിന്, ഓണത്തിന്, ആഗസ്റ്റ് 15-ന് ഇങ്ങനെ പല ദിവസങ്ങളിൽ പുള്ളി കൊണ്ടുവരും. ഈ കഥ ഇത്രേ ഉള്ളൂ, കഥയുടെ രത്നച്ചുരുക്കം ഇത്രേ ഉള്ളൂ. ഉണ്ണിയെ കാണാതാവും. ഉണ്ണി കാണാനില്ല. ഓണത്തിന് ഉണ്ണി തിരിച്ചു വരും എന്ന് പറയും, പകരം ഉണ്ണിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരുത്തനെ പറഞ്ഞു വിടും. ഇതാണ് ഈ സാധനമായിട്ട് പുള്ളി വരും. പുള്ളി വരുന്നത് അങ്ങ് ദൂരെന്നാ. ഈ പുള്ളി വന്നിട്ട് ഈ ഓണത്തിന് വന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഓണത്തിന് പുള്ളിയെ കാണാണ്ടാവും, വിഷുവിന് പുള്ളിയെ കാണാണ്ടാവും, ഓഗസ്റ്റ് 15-ന് പുള്ളിയെ കാണാണ്ടാവും, റിപ്പബ്ലിക് ഡേക്ക് പുള്ളിയെ കാണാണ്ട്. പുള്ളിക്ക് അതിന് ദൂരദർശനിൽ സ്ലോട്ട് ഉണ്ട്. ഈ പുള്ളി എങ്ങനെയെങ്കിലും ദൂരദർശനിൽ ഈ സാധനം ടെലികാസ്റ്റ് ചെയ്യും. എന്നിട്ട് പുള്ളി നേരെ ബസ്സിൽ കയറണേ, നമ്മളെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ, ഉണ്ണി ഡബിങ് ചെയ്യും. അതെ. അപ്പൊ എനിക്കും ജിസ്മോനൊക്കെ ഡബിങ് പഠിക്കാനുള്ള ഒരു പേര് ഞങ്ങൾക്ക് പോക്കാളക്കാൻ പത്മ മറ്റേ സാധനം വന്നിട്ടുണ്ടോ, മറ്റേ ഉണ്ണിയുടെ സീരിയലായിട്ട് വന്നിട്ടോ, ഞങ്ങൾ അതിൻ്റെ അത് മിക്കത്തും കാര്യം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അന്ന് ഈ പുള്ളിയൊക്കെ വന്നിരിക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ യുമാറ്റിക് ബീറ്റയുടെ ഒക്കെ ടേപ്പാണ്. അപ്പൊ ഇത് റീവൈൻഡ് അപ്പൊ ഇത് സാധാരണ കോമൺ ആണ്, ആരും ഇതിനകത്തേക്ക് ശ്രദ്ധിക്കില്ല. അത് കൊച്ചു പിള്ളേർ പോലും ചിലപ്പോൾ 1-2 പ്രാവശ്യം കേട്ടോ, ഇത് ഇതിന്റെ നാച്ചുറൽ പരിപാടിയാണ്. ഈ പുള്ളി ഈ 10 പ്രാവശ്യം ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ടും ഇത് റിവൈൻഡ് അടിക്കുമ്പോഴേ ഒച്ച കേട്ടോ, ഒച്ച കേട്ടോ, ഒച്ച കേട്ടോ, റിവൈൻഡ് അടിക്കുന്ന ഒച്ച കേട്ടോ, റിവൈൻഡ് അടിക്കുന്ന ഒച്ച കേട്ടോ, പല്ലിക്കുഞ്ഞ് കരയുന്ന പോലെ പറഞ്ഞിട്ട് പുള്ളി കരയുന്നത്. ഇതുപോലെ ഒരു പുള്ളി തേങ്ങ വിറ്റ കാശായിട്ട് മലപ്പുറത്ത് ഇതുപോലെ പിടിക്കാൻ വന്നു. പുള്ളിയാണ് ഒരു കോളേജ് കഥ ഇതാണ്. കോളേജാകുമ്പോൾ ഒരുപാട് പേർക്ക് അഭിനയിക്കാമല്ലോ, പുള്ളിക്കും പുള്ളിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അഭിനയിക്കാം. അപ്പോൾ ഈ ആൾക്കാരൊക്കെ അഭിനയിക്കുന്നു. ആ കോളേജിലെ എല്ലാ പിള്ളേരും അലമ്പ്, മയക്കുമരുന്നും ഡ്രഗ്സും ഒക്കെ ആയിട്ട്. ഈ പുള്ളി എൻ്റെ അടുത്ത് കോളേജിലെ സ്റ്റുഡൻ്റായിട്ട് അഭിനയിക്കണം. ഈ പുള്ളി മാത്രം നല്ലവൻ. എന്നിട്ട് ഈ പിള്ളേരെല്ലാം അങ്ങോട്ട് റാഗ് ചെയ്തിട്ട് ഈ ചാണകത്തിൽ തല പൂത്തി വയ്ക്കും. അപ്പോൾ അവിടുന്ന് ആർട്ട് ഡയറക്ടർ പറഞ്ഞു, നിങ്ങൾ മൈലാഞ്ചി അരച്ചിട്ട് അതിൻ്റെ മുഖത്ത് ഇങ്ങനെ പൂത്തി വെച്ചാൽ മതി, ചാണകത്തിൽ പൂത്തി. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഈ പിന്നെ ബാക്കി സ്റ്റുഡിയോയിലാട്ടോ ഓരോന്ന് അങ്ങനെ പറഞ്ഞു മൈലാഞ്ചി അരച്ചിട്ട് ഇതിൽ മുഖം പൂത്തി വെച്ചാൽ മതി തന്നെ. പക്ഷേ നമ്മൾ സമ്മതിച്ചില്ല. നമ്മൾ ഒറിജിനൽ ചാണം തന്നെ കൊണ്ടുവരുകയും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളേറ്റ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, 5 മിനിറ്റോളം ഓനെ ഇവിടെ പൂത്തി വെക്കേണ്ടത് ചാണകത്തിൽ. നിങ്ങൾ നല്ലപോലെ എഫക്റ്റ് ഇട്ടൊളിയുന്നു. ഒരുത്തരെ ചാണകത്തിൽ പൂത്തി ഇങ്ങനെ വച്ചേക്കാം, അവൻ്റെ മുഖം അനങ്ങുന്നില്ല, വാ തുറക്കുന്നില്ല, മൂക്കണില്ല. എഫക്റ്റ് ഇട്ടോളി എന്ന് പറഞ്ഞു. എഫക്റ്റ് ഇട്ട് ഈ എഫക്റ്റ് ഇടാണ്ട് നിങ്ങൾ മുഴുവൻ പൈസ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റില്ല. ലാസ്റ്റ് സീനാ എഫക്റ്റ് ഇട്ടോളി, നിങ്ങൾ എഫക്റ്റ് ഇട്ടോളി. ചാണകത്തിൽ പൂത്തി 5 മിനിറ്റ് ക്യാമറ വെച്ചേക്കാം അവിടെ. എഫക്റ്റ് ഇട്ടോളി എഫക്റ്റ് ഇല്ല. അവസാനം എഫക്റ്റ് ഇട്ടിട്ട് 5 മിനിറ്റ് നമ്മള് സരിത സവിത തിയേറ്ററിന്റെ മുമ്പില് നമ്മുടെ കാഞ്ഞിരമറ്റം പ്രശാന്തിന്റെ സിനിമ റിലീസ് ചെയ്ത ദിവസം നമ്മൾ കാണാൻ പറ്റും. അപ്പൊ നീ എന്നെ വിളിച്ച് കാറിൽ കൊണ്ടുപോയി. നിന്റെ കാറിൽ കൊണ്ടുപോയപ്പോ ഞാൻ എന്നെ കാണിച്ചു തന്നു ഒരു ഡബിങ് സ്റ്റുഡിയോ. വണ്ടിക്കകത്ത് നീ സെറ്റ് ചെയ്തേക്കുക. അപ്പൊ തന്നെ നീ ചേട്ടാ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മൈക്കും എടുത്തിട്ട് അതെ നല്ല ഇനം തേങ്ങ സമീപിക്കുക നീ ഒരു പരസ്യം ചെയ്തു. അവിടെ വെച്ച് തന്നെ നീ ഡബ് ചെയ്തിട്ട് പരസ്യം ചെയ്തിട്ട് പറഞ്ഞു മൊബൈലാണ് ചേട്ടാ അതെ രാവിലെ 6000 രൂപയുടെ പണി എടുത്തു എന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ സ്വന്തമായി ഇപ്പൊ ഈ പറഞ്ഞ വാക്ക് കറക്റ്റാ, ഉത്തരവാദിത്തത്തിൽ ചെയ്തു സ്വന്തമായി ഒരു സ്റ്റുഡിയോ വണ്ടിയിൽ സെറ്റ് ചെയ്ത് പോകുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഹരിശ്രീ പ്രവീൺ. അതെ. എന്താ കാര്യത്തിന് എന്നെ സംബന്ധിച്ച് ഞാനൊരു നല്ല മടിയനാണ്. എനിക്കറിയാം. കാരണം ഇത് വേണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് ഈ ലാപ്ടോപ്പും ഇതൊക്കെ വെച്ചിട്ട് സൗണ്ട് കാർഡൊക്കെ വെച്ചിട്ട് സ്റ്റുഡിയോ ചെയ്യാൻ പറ്റും. അതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ എനിക്കിതൊക്കെ പഠിക്കാനുള്ള മടി കൊണ്ടും ഇതൊക്കെ ഓർത്തിരിക്കാനുള്ളത് കൊണ്ടും തന്നെയല്ല ഞാൻ വീട്ടിലിരിക്കുന്ന സ്വഭാവക്കാരനല്ല, എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ യാത്ര. അപ്പോൾ അതുകൊണ്ട് എവിടെ പോയാലും ഈ സൗണ്ട് ആൾക്കാർ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കാനായിട്ടാണ് വണ്ടിക്കകത്ത് തന്നെ സാധനം സെറ്റ് ചെയ്തത്. അത് അടിപൊളിയാണ്. കാരണം ഞാൻ ഞെട്ടിപ്പോയി.
MG-യുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ്. ഈ വണ്ടിയെ കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് അത് വളരെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടും സൈലന്റ്, ഒരു സ്റ്റുഡിയോ കൺസോളിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നിന്റെ വണ്ടി. എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു സംഭവം എന്നല്ല, ഒരുപാട് പേര് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഞാൻ പണ്ടുതൊട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം, നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അതിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നു പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ എൻ്റെ ഡബ്ബിങ് കാലഘട്ടത്തിലൊക്കെയാണ് വണ്ടിക്കകത്തൊക്കെ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഡബ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആലോചിക്കണം. അപ്പോൾ അത് പോസിബിളായി.